എൻ്റെ മോൻ പോയി കിട്ടിയില്ല, ഇനി എൻ്റെ മോൻ തിരിച്ച് വരില്ലല്ലോ. എനിക്കത് മാത്രം എൻ്റെ മനസ്സിലുള്ള വേദന. ആരോടും ഞാൻ പറയണ, എനിക്കൊന്നും അറിയില്ല. എങ്ങനെ ഞാൻ എൻ്റെ മോനില്ലാതെ ജീവിക്കണമെന്ന് എനിക്ക് ആലോചിക്കുക. എൻ്റെ കുട്ടിയില്ലാതെ ഒരു നിമിഷം ഞാൻ ഇത്രയും ദിവസം ഞാൻ തള്ളി നീക്കുക. എന്താ ഞാൻ ചെയ്യണേ? എനിക്കൊന്നും അറിയില്ല. അവർ നോക്കണേ, ഞാനൊന്നും അന്വേഷിക്കില്ല. ഏട്ടൻ്റെ മോൻ നോക്കണ്ടല്ലോ ആ കാര്യങ്ങളും. ഇതുള്ളതല്ല, ഇല്ലാത്തൊന്നല്ലല്ലോ പറഞ്ഞത്. പിന്നെ ഇപ്പം എന്താ, എൻ്റെ കുട്ടി പോയി. എൻ്റെ കുട്ടീന് 25 ദിവസമായി ഞാൻ കണ്ടിട്ട് എൻ്റെ മോനെ, എൻ്റെ വാവ. അയ്യോ, എനിക്ക് ആലോചിക്കാൻ വയ്യ. എൻ്റെ കുട്ടിഞ്ഞ് വരില്ലല്ലോ. എനിക്ക് ജീവിക്കാനേ ഇഷ്ടമില്ല. എൻ്റെ മോൻ്റെ അടുത്ത് എത്തിപ്പെട്ടാൽ മതി ഞാൻ ആലോചിക്കണേ. എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും എനിക്കൊരർത്ഥമില്ല. ഭഗവാൻ എന്നെ വേഗം വിളിക്കട്ടെ, അത് മാത്രം എനിക്കൊരാശ. അത് മാത്രം ഞാൻ ചിന്തിക്കുന്നിപ്പോൾ. അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. അന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് 5 മണിക്ക് എൻ്റെ കുട്ടി ഈ സംഭവം നടക്കണമെന്ന് 5 മണി റെയിൽവേ സ്റ്റേഷനിൽ, കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ എന്നെ വിളിച്ച് പറഞ്ഞിരിക്കണേ, മമ്മിയാ ഞാൻ വണ്ടി വരുന്നുണ്ട്, മമ്മിയാ ഞാൻ അതാ കയറാൻ ആ വണ്ടി വരണ്ടവേ വെച്ചാളിമ്മേ. എന്നിട്ട് എനിക്ക് ഫോൺ ചെയ്താൽ എൻ്റെ കുട്ടി ഞാൻ 3:30 ഇവിടെ എത്തുമെന്ന് പറഞ്ഞു. ട്രെയിനിൽ കയറിയതിൻ്റെ ശേഷം അവൻ ആരോ വിളിച്ച് പറയും, എൻ്റെ ഫ്രണ്ട് ആരാടാ എന്നെ കൊണ്ടൊരു മെസ്സേജ് ഇത് വന്നിക്കണല്ലോ ഫോൺ, എന്താടാ ഈ ബസ്, ഞാൻ ഇപ്പം ബസ്സിൽ കയറിയിനി. ഈ കുട്ടി ഒന്നും അറിഞ്ഞിട്ടില്ലേ, ഒരു സാധനം അറിഞ്ഞിട്ടില്ല. എന്താണ്ട വന്ന് നീ അവനിട്ട് കൊടുത്തിട്ട് ഈ കുട്ടി അറിഞ്ഞത് ട്രെയിനിൽ നിന്ന്. അത്ര പോലെ എൻ്റെ മകൻ ഒന്നും അറിഞ്ഞിട്ടില്ല. പാവം കുട്ടീനെ ഇങ്ങനെ ചെയ്ത്. ദൈവം കൂടി പൊറുക്കൂലത്. ഭഗവാനെ, എൻ്റെ മോനെ, എന്തൊരു നല്ല മോനെ എൻ്റെ മോൻ. എനിക്ക് എൻ്റെ മോനെ തിരിച്ച് വരൂലല്ലോ നാളെ. എന്താ ഞാൻ ചെയ്യണ്ടേ? യാതൊരർത്ഥം എൻ്റെ മനസ്സിൽ. എങ്ങനെയൊക്കെയോ ഇത്ര ദിവസം വരെ തള്ളി നീക്കി. നീ ഇവിടുന്ന് അങ്ങോട്ട് എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഞങ്ങളെവിടെയും പറയാൻ തയ്യാറാണ് ദീപക്കൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത്. പക്ഷെ അവൻ 100% നിരപരാധിയാണ്. അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ അവൾക്ക് ജാമ്യം അനുവദിച്ച് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിശയപ്പെട്ടു പോവുകയാണ്. കാരണം അവൻ ഒരു തെറ്റും ചെയ്യാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് വരുന്നത്. അവനെ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അവൻ വീട്ടിൽ വന്നതിന് ശേഷം അവൻ്റെ ഫ്രണ്ട്സ് വിളിച്ച് പറഞ്ഞിട്ടാണ് അവൻ അറിഞ്ഞത് സംഭവം. അവൻ ഒരു ഇതും അറിഞ്ഞിട്ടില്ല. അവൻ്റെ ഫ്രണ്ട്സ് വിളിച്ച് പറഞ്ഞിട്ട് അവൻ മൊബൈലിലേക്ക് ഇട്ട് വിളിച്ച് കൊടുത്തതിന് ശേഷമാണ് അവൻ അറിഞ്ഞത്. വീഡിയോ എടുത്തതിന് ശേഷമാണ്. ആ വീഡിയോ കണ്ടാൽ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്. പക്ഷെ അവളൊക്കെ ഞങ്ങളെ മുന്നിലേറ്റ് അവളെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ പറയേണ്ടത്? ഞങ്ങൾക്ക് അവളോട് അത്രയും ഇതുണ്ട്. ഞങ്ങളിപ്പോൾ അത്ര ഇതിലാണ്. ഞങ്ങൾ എന്നിപ്പോൾ അത്രയും ഇതിലാണ് ഇരിക്കുന്നത്. ഇപ്പോഴും അവർക്ക് മനസ്സ് ശരിയായിട്ടില്ല. ഇപ്പോഴും എന്നും ഇതേമാതിരി തന്നെയാണ്. ഈ ടെൻഷനിൽ തന്നെ അവിടെ ഇരിക്കുന്നത്. ഒഴിവാക്കാൻ പാടില്ല എനിക്ക്. അത്ര നല്ല മോനോട് ചെയ്ത്. ഇപ്പോൾ ആകെ ഒരൊറ്റ മോനുള്ളൂ. അതിനവളെ നശിപ്പിച്ച് അവനാക്കിയിട്ട്